നമസ്കാരം, എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. 2/11/2021 ഈ ദിവസം നടന്ന LD ക്ലർക്ക് എക്സാമിനേഷൻ കന്നഡ ആൻഡ് മലയാളം നോയി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ബാക്കി ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കന്നഡയാണ്, നമുക്ക് വായിക്കാനൊക്കില്ല. 105/2021 ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് വായിക്കാനൊക്കില്ല, മാത്സ് ആണ്. പിന്നെ ഇതിൽ ആകെപ്പാടെ ഫോർത്ത് ക്വസ്റ്റ്യൻ മാത്രം കാണുമ്പോൾ മനസ്സിലാവും. സ്ക്വയർ റൂട്ട് ഓഫ് 225 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 100 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 81. അതിൻ്റെ വാല്യൂ ആയിരിക്കണം 15 പ്ലസ് 10 മൈനസ് 9 16. ആൻസർ ഓപ്ഷൻ 16 ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ആയിരിക്കണം അത് ഉണ്ട് മാത്സിൽ. പിന്നെ ബാക്കി ഇതുപോലെ ഇത് ഒരെണ്ണം എളുപ്പമുള്ളത് അത് കാണുമ്പോൾ മനസ്സിലാവും. 180 മൈനസ് 100 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 8th ക്വസ്റ്റ്യൻ. അത് ബോട്ട് മാസ് അപ്ലൈ ചെയ്താൽ 180 മൈനസ് 25 ഇൻറ്റു 3 180 മൈനസ് 75, അതായത് 105. ഓപ്ഷൻ എ. ഇത് രണ്ട് മാത്രമേ നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 41 മുതലുള്ളത് നമുക്ക് നോക്കാം. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. അത് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് പ്രൊഫഷണൽ കീ ചെക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ആൻസേഴ്സാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 41, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വേർഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41, പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിലാകാൻ ഇടയാകുന്നത്. അപ്പോൾ ലെങ്തി ഓപ്ഷൻസ് ആയിട്ട് ഞാൻ ഓപ്ഷൻ എല്ലാം വായിക്കില്ല. ആൻസർ ഓപ്ഷൻ ബി, ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ തിളനില ഉയർത്തുന്നതിനാൽ. പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിലാകാൻ ഇടയാക്കുന്നത് ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ തിളനില ഉയർത്തുന്നതിനാൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 42, നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായി ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഈ പ്രതിഭാസമാണ്. ഓപ്ഷൻ എ അപവർത്തനം, ഓപ്ഷൻ ബി പൂർണ്ണ പ്രതിഫലനം, ഓപ്ഷൻ സി മരീചിക, ഓപ്ഷൻ ഡി ഇൻഡഫറൻസ്. ആൻസർ മരീചിക. നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായി ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്ന ഈ പ്രതിഭാസമാണ് മരീചിക. 43, ശബ്ദത്തിൻ്റെ കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം. ഓപ്ഷൻ എ ഓഡിയോമീറ്റർ. ഓപ്ഷൻസിൽ ഓഡിയോമീറ്റർ, ഓഡോമീറ്റർ, ഓഡിയോഫോൺ, ഓസിലോസ്കോപ്പ് ഒക്കെയുണ്ട്. ആൻസർ ഓഡിയോമീറ്റർ. ശബ്ദത്തിൻ്റെ കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ഓഡിയോമീറ്റർ. 44, മൂലകത്തിൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണമേത്? പ്രോട്ടോൺ. ഓപ്ഷൻസിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, പോസിട്രോൺ. ആൻസർ പ്രോട്ടോൺ ആണ്. മൂലകത്തിൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണം പ്രോട്ടോൺ. 45, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണുന്ന മൂലകം. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി ഇരുമ്പ്, ഓപ്ഷൻ സി അലൂമിനിയം, ഓപ്ഷൻ ഡി സിലിക്കൺ. ആൻസർ ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണുന്ന മൂലകം ഓക്സിജൻ. 46, പല്ലിലെ ഏതു ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ഡെന്റൈൻ, ഓപ്ഷൻ ബി പൾപ്പ് ക്യാവിറ്റി, ഓപ്ഷൻ സി സിമന്റ്, ഓപ്ഷൻ ഡി ദന്തമകുടം. ആൻസർ പൾപ്പ് ക്യാവിറ്റി. പല്ലിലെ ഏതു ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? പൾപ്പ് ക്യാവിറ്റി. 47, ആയുർവേദത്തിൽ കീഴിലോട്ട് വന്ന് ആയുർവേദത്തിൽ വിഷൂചിക എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ മഞ്ഞപ്പിത്തം, ഓപ്ഷൻ ബി കുഷ്ഠം, ഓപ്ഷൻ സി മലമ്പനി, ഓപ്ഷൻ ഡി കോളറ. ആൻസർ കോളറ. ആയുർവേദത്തിൽ വിഷൂചിക എന്നറിയപ്പെടുന്നത് കോളറ. കോളറ. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ എ കൈമുട്ട്, ഓപ്ഷൻ ബി കാൽമുട്ട്, ഓപ്ഷൻ സി തലയോട്, ഓപ്ഷൻ ഡി തോളെല്ല്. ആൻസർ തോളെല്ല്. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് കാണപ്പെടുന്നത് എവിടെ? തോളെല്ല്. ക്വസ്റ്റ്യൻ നമ്പർ 49, ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശ്വേത രക്താണുക്കൾ, ഓപ്ഷൻ ബി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ സി അരുണരക്താണുക്കൾ, ഓപ്ഷൻ ഡി പ്രോട്ടീനുകൾ. ആൻസർ ശ്വേത രക്താണുക്കൾ. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ശ്വേത രക്താണുക്കൾ. വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ്. 50, ചാരനിറത്തോട് കൂടിയ മസ്തിഷ്കത്തിന്റെ ഉപരിതല ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഗ്രേ മാറ്റർ, ഓപ്ഷൻ ബി വൈറ്റ് മാറ്റർ, ഓപ്ഷൻ സി അരക്നോയിഡ്സ് തരം, ഓപ്ഷൻ ഡി മെനിഞ്ചസ്. ആൻസർ ഗ്രേ മാറ്റർ.
ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിന്റെ ഉപരിതല ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗ്രേ മാറ്റർ. 51. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ഓപ്ഷൻ എ ജാതിനാശിനി സഭ, ഓപ്ഷൻ ബി സാധുജന പരിപാലന സംഘം, ഓപ്ഷൻ സി ആനന്ദ മഹാസഭ, ഓപ്ഷൻ ഡി PRDS. ആൻസർ സാധുജന പരിപാലന സംഘം. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. 52. ഉത്തേജനം എന്ന പദകൃതിയുടെ കർത്താവ് ആര്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി കുമാരനാശാൻ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ആൻസർ സഹോദരൻ അയ്യപ്പൻ. ഉത്തേജനം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആര്? സഹോദരൻ അയ്യപ്പൻ. 53. INA-യുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത്? ഓപ്ഷൻ എ പ്രീതിലത വദേദാർ, ഓപ്ഷൻ ബി ഉഷ മേത്ത, ഓപ്ഷൻ സി ഡോക്ടർ ലക്ഷ്മി സൈഗാൾ, ഓപ്ഷൻ ഡി പണ്ഡിറ്റ് രമാഭായി. ആൻസർ ഡോക്ടർ ലക്ഷ്മി സൈഗാൾ. INA-യുടെ വനിതാ റെജിമെന്റിനെ നയിച്ചത് ഡോക്ടർ ലക്ഷ്മി സൈഗാൾ. 54. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സന്താൽ കലാപം നടന്നതെവിടെ? ഓപ്ഷൻ എ കൊൽഹാപൂർ, ഓപ്ഷൻ ബി ചിറ്റൂർ, ഓപ്ഷൻ സി ചോട്ടാനാഗ്പൂർ, ഓപ്ഷൻ ഡി മണിപ്പൂർ. ആൻസർ ചോട്ടാനാഗ്പൂർ. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സന്താൽ കലാപം നടന്നതെവിടെ? ചോട്ടാനാഗ്പൂർ. 55. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം? ഓപ്ഷൻ എ വിജയ് ഘട്ട്, ഓപ്ഷൻ ബി കിസാൻ ഘട്ട്, ഓപ്ഷൻ സി ഏക്താ സ്ഥൽ, ഓപ്ഷൻ ഡി ഉദയ്ഭൂമി. ആൻസർ വിജയ് ഘട്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം വിജയ് ഘട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 56. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഓപ്ഷൻ എ റഹ്മത്ത് അലി, ഓപ്ഷൻ ബി അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ഷൗക്കത്ത് അലി, ഓപ്ഷൻ ഡി മുഹമ്മദ് അലി ജിന്ന. ആൻസർ അബ്ദുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി അബ്ദുൽ കലാം ആസാദ്. 57. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശം? ഓപ്ഷൻ എ സിംല, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി ഡാർജിലിംഗ്, ഓപ്ഷൻ ഡി ലഡാക്ക്. ആൻസർ ലഡാക്ക്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പ്രദേശം ലഡാക്ക്. 58. 1955 ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ എ ഫ്രാൻസ്, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ ഡി ജർമ്മനി. ആൻസർ സോവിയറ്റ് യൂണിയൻ. 1955 ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്? സോവിയറ്റ് യൂണിയൻ. 59. ഒരു പ്രധാന ഖാരിഫ് വിളയാണ്? ഓപ്ഷൻ എ ഗോതമ്പ്, ഓപ്ഷൻ ബി പുകയില, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി പച്ചക്കറികൾ. ആൻസർ നെല്ല്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. 60. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ച വർഷം? അത് 1982. ഓപ്ഷൻസ് പറയാം. 1975, ഓപ്ഷൻ 1965, 1978, 1982. ആൻസർ 1982. 1982. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ച വർഷം 1982. 61. ശരിയായ പദം തിരഞ്ഞെടുക്കുക. പൈതൃകം. പൈതൃകം എന്നുള്ളത് ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ട് നോക്കുക. പൈതൃകം എന്നുള്ള ഇതാണ് എഴുതേണ്ടത്. നോക്കുക. 62. ശരിയായ വാക്യം ഏത്? എല്ലാ ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. അടുത്തത് ദിവസവും രാവിലെ തോറും വ്യായാമം ചെയ്യണം. മൂന്നാമത് എല്ലാ ദിവസം തോറും രാവിലെ വ്യായാമം ചെയ്യണം. ഫോർത്ത് ഓപ്ഷൻ ഡി ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. അപ്പം മനസ്സിലാവും. ഓപ്ഷൻ ഡി ദിവസവും രാവിലെ വ്യായാമം ചെയ്യണം. 63. കമ്പാഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആത്മാർത്ഥത, ഓപ്ഷൻ ബി അനുകമ്പ, ഓപ്ഷൻ സി പരിശ്രമം, ഓപ്ഷൻ ഡി ചുമതല. ആൻസർ അനുകമ്പ. കമ്പാഷൻ എന്ന പദത്തിന്റെ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. അനുകമ്പ. 64. ഒറ്റപ്പദമാക്കുക. പ്രമാണം സംബന്ധിച്ചത്? പ്രാമാണികം. പ്രമാണം സംബന്ധിച്ചത് പ്രാമാണികം. ഓപ്ഷൻ എ. 65. താഴെ പറയുന്നവയിൽ കുതിരയുടെ പര്യായമല്ലാത്തത്? ഓപ്ഷൻ എ അശ്വം, ഓപ്ഷൻ ബി പികം, ഓപ്ഷൻ സി തുരങ്കം, ഓപ്ഷൻ ഡി ഹയം. ആൻസർ പികം. കുതിരയുടെ പര്യായമല്ലാത്തത് പികം. അപ്പോൾ ബാക്കി അശ്വം, തുരങ്കം. തുരങ്കം എന്നുള്ളത് ഈ രംഗം ഗ ഇങ്ങനെയാണ്. പിന്നെ ഹയം. ഇത് മൂന്നും കുതിരയുടെ പര്യായങ്ങളാണ്. 66. സഫലം എന്നതിൻ്റെ വിപരീത പദം വിഫലം. ഓപ്ഷൻ സിയിൽ കൊടുത്ത വിഫലം എഴുതുന്നത് ഇങ്ങനെയാണ് വിഫലം. 67. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി? ഓപ്ഷൻ എ കൂറ കപ്പലിൽ പോയ പോലെ,
ഓപ്ഷൻ ബി കുടത്തിലെ വിളക്ക്, ഓപ്ഷൻ സി കറിവേപ്പില പോലെ, ഓപ്ഷൻ ഡി കതിരിൽ വളം വയ്ക്കുക. ആൻസർ കറിവേപ്പില പോലെ. ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക. കറിവേപ്പില പോലെ. 68 അഖം എന്ന പദത്തിൻ്റെ അർത്ഥം വരുന്നത്. ഓപ്ഷൻ എ ഞാൻ, ഓപ്ഷൻ ബി പാപം, ഓപ്ഷൻ സി ലംഘനം, ഓപ്ഷൻ ഡി അടയാളം. ആൻസർ പാപം. ഇത് അഖം എന്നാണ്, മേഘത്തിൻ്റെ ഖായാണ് അഖം, അതിൻ്റെ അർത്ഥം പാപം. 69 ആ പ്ലസ് കാലം ചേർത്ത് എഴുതിയാൽ അത് അക്കാലം. ഇതിൽ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ഓപ്ഷൻസിൽ അകാലം, ആകാലം, അകലം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അക്കാലം, അതാണ് ആ പ്ലസ് കാലം. 70 സമ്പാദകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. സമ്പാദിക. എല്ലാ ഓപ്ഷൻസും വായിക്കണ്ടല്ലോ. സമ്പാദിക, സമ്പാദകൻ, സമ്പാദിക. 71 മിടുക്കൻ ഏതു ബഹുവചന രൂപമാണ്? അലിംഗം, സലിംഗം, പൂജകം, ഇതൊന്നുമല്ല. ആൻസർ അലിംഗം. മിടുക്കൻ എന്നത് അലിംഗ ബഹുവചന രൂപമാണ്. 72 എന്തൊരത്ഭുതം പിരിച്ചെഴുതുക. എന്ത് പ്ലസ് ഒരത്ഭുതം. എന്തൊരത്ഭുതം പിരിച്ചെഴുതുമ്പോൾ ഇത് അതും നോക്കി തന്നെ വേണം മനസ്സിലാക്കാൻ. എന്ത് പ്ലസ് ഒരത്ഭുതം. 73 വേദോപനിഷത്തുക്കൾ സമാസം ഏത്? ദ്വന്ദ്വ സമാസമാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും രണ്ട്. വേദോപനിഷത്തുക്കൾ സമാസം ഏത്? ദ്വന്ദ്വ സമാസം. 74 ശരിയായ പദം ഏത്? അപ്പോൾ ഇത് നോക്കുക. ജഗത്രയം, 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 ഇവയൊന്നുമല്ല. ഇതിൻ്റെ സ്പെല്ലിംഗ്, ഈ എഴുതുന്ന അക്ഷരങ്ങൾ നോക്കുക. ജഗത്രയം, ഓപ്ഷൻ സി. 75 മനുഷ്യന് ഒരു ആമുഖം ആരുടെ നോവലാണ്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രൻ, ഓപ്ഷൻ ബി ബെന്യാമിൻ, ഓപ്ഷൻ സി സി രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി സി വി ബാലകൃഷ്ണൻ. ആൻസർ സുഭാഷ് ചന്ദ്രൻ. മനുഷ്യന് ഒരു ആമുഖം, സുഭാഷ് ചന്ദ്രൻ. 76 താഴെ പറയുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം. ഓപ്ഷൻ എ ചെണ്ട, ഓപ്ഷൻ ബി ശുദ്ധമദ്ദളം, ഓപ്ഷൻ സി ഗഞ്ചിറ, ഓപ്ഷൻ ഡി ഇലത്താളം. ആൻസർ ഗഞ്ചിറ. താഴെ പറയുന്നതിൽ കഥകളിക്ക് ഉപയോഗിക്കാത്ത വാദ്യം ഗഞ്ചിറ. 77 ഇറങ്ങി പ്ലസ് പോയി, ഇറങ്ങിപ്പോയി, ഏതു സന്ധിയാണ്? ദ്വിത്വസന്ധി. പായിരട്ടിക്കുന്നത് കൊണ്ട് ദ്വിത്വസന്ധി. 78 പേന കൊണ്ട് എഴുതി. ഈ വാക്യത്തിലെ കൊണ്ട് ഏതിൽ പെടുന്നു? ഓപ്ഷൻ എ ഗതി, ഓപ്ഷൻ ബി ഘടകം, ഓപ്ഷൻ സി വ്യാക്ഷേപകം, ഓപ്ഷൻ ഡി കേവലം. ആൻസർ ഗതി. പേന കൊണ്ട് എഴുതി. ഈ വാക്യത്തിലെ കൊണ്ട് ഏതിൽ പെടുന്നു? ഗതി. 79 എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി. ഓപ്ഷൻ എ വീണപൂവ്, ഓപ്ഷൻ ബി പ്രരോധനം, ഓപ്ഷൻ സി കരുണ, ഓപ്ഷൻ ഡി ദുരവസ്ഥ. ആൻസർ പ്രരോധനം. എ ആർ രാജരാജവർമ്മയുടെ വിയോഗത്തിൽ മനം നൊന്ത് കുമാരനാശാൻ എഴുതിയ കൃതി പ്രരോധനം. 80 എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം. ഓപ്ഷൻ എ അർജുനൻ, ഓപ്ഷൻ ബി ദുര്യോധനൻ, ഓപ്ഷൻ സി ഭീമൻ, ഓപ്ഷൻ ഡി യുധിഷ്ഠിരൻ. ആൻസർ ഭീമൻ. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഭീമൻ. 81 in English questions, if he work hard, he dash in the examination. അതിൻ്റെ ആൻസർ പറയാം, he will pass. if ക്ലോസ് ടൈപ്പ് 1 ആണ്. if he work hard, he will pass in the examination. ഇനി 82 are you looking for dash shampoo? ഓപ്ഷൻസിൽ an, a, the, one. ആൻസർ the. are you looking for the shampoo? 83 the cake tastes dash. Option A deliciously, option B more deliciously, option C more delicious, option D delicious. Answer delicious. The cake tastes delicious. 84 let us go for a walk. Option A willin they, option B shall we, option C don't they, option D will they. Answer shall we. Let us go for a walk. Shall we. Let വരുമ്പോൾ shall ആണ്. Let us go for a walk. Shall we. 85 the leader as well as his brothers dash to the same tribe. അപ്പോൾ ഓപ്ഷൻ ആസ് വെൽ ആസ് വരുമ്പം ദ ലീഡർ എന്നുള്ളത് നോക്കുക. ആസ് വെൽ ആസ് മുമ്പുള്ള സബ്ജക്റ്റിൻ്റെ ആ ഭാഗം നോക്കുക. ദ ലീഡർ അവിടെ അതുകൊണ്ട് തന്നെ ബിലോങ്സ്, അത് സിംഗുലർ ആയിട്ടായതുകൊണ്ട് ബിലോങ്സ്. ദ ലീഡർ ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് ബിലോങ്സ് ടു ദ സെയിം ട്രൈബ്. ഓപ്ഷൻസിൽ ഈസ് ബിലോങ്, ആർ ബിലോങ്, ബിലോങ്സ്, ബിലോങ് ഒക്കെയുണ്ട്. ബിലോങ്സ് ആണ് ആൻസർ. 86 pick out the correct reported speech for the following direct speech. Teacher asked who is talking in the class. And the answer option A answer തന്നെ പറയാം. Teacher asked who was talking in the class. 87 write the meaning of the idiomatic expression underlined. He got home from the party all in one piece. all in one piece എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം സേഫ്ലി. He got home from the party safely.
ഓപ്ഷൻസിൽ സേഫ്ലി, ഓവർഹീറ്റ്, ടുഗദർ, കൂൾ. ഇങ്ങനെ 4 വാക്കുകളുണ്ട്. സേഫ്ലി, he got home from the party safely. All in one piece means safely. 88. The boy asked a difficult question. Change into passive voice. A difficult question dash by the boy. അവിടെ was asked. ഓപ്ഷൻസിൽ were asked, is asked, are asked, was asked ഉണ്ട്. A difficult question was asked by the boy. 89. You dash be kidding. How is that possible? Option A must, option B might, option C can, option D may. Answer must. You must be kidding. 90. My wedding ring is a bit dash. I need to get altered. Option A lost, option B lose, option C loss, option D lose. Answer loose. LOOSE. My wedding ring is a bit loose. I need to get altered. 91. Choose the antonym substitute of the underlined word. The speaker was unable to pacify the crowd. To pacify ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആൻറ്റോണിം ഓപ്ഷൻ എ എക്സൈറ്റ്. ഓപ്ഷൻ എ എക്സൈറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആൻറ്റഗണൈസ്, ഓപ്ഷൻ സി ത്രട്ടൺ, ഓപ്ഷൻ ഡി ചാലഞ്ച്. ഇത് ഇത്രയും കൊടുത്തിട്ടുണ്ട്. ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് കൊടുത്തിരിക്കുന്നത്. ടു പാസിഫൈ ദ ക്രൗഡ്. അപ്പോൾ പാസിഫൈ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ എക്സൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ. 92. എക്സ് ഒഫിഷ്യോ മീൻസ് ഓപ്ഷൻ എ ഓൺ ഡ്യൂട്ടി, ഓപ്ഷൻ ബി അണ്ടർ ഡ്യൂട്ടി, ഓപ്ഷൻ സി മീഡിയം വേ, ഓപ്ഷൻ ഡി ഔട്ട് ഓഫ് ഡ്യൂട്ടി. ആൻസർ ഔട്ട് ഓഫ് ഡ്യൂട്ടി. എക്സ് ഒഫിഷ്യോ മീൻസ് ഔട്ട് ഓഫ് ഡ്യൂട്ടി. 93. എ പേഴ്സൺ ഹു ഡെലിബറേറ്റ്ലി സെറ്റ് ഫയർ ടു എ ബിൽഡിംഗ്. ഓപ്ഷൻ എ agnostic, ഓപ്ഷൻ ബി ബൈഗാമി, ഓപ്ഷൻ സി ആർസോണിസ്റ്റ്, ഓപ്ഷൻ ഡി പോളിഗാമി. Answer arsonist. Person who deliberately set fire to a building, arsonist. 94. Would you dash go shopping dash spend at the beach? Option A neither nor, option B either or, option C rather or, option D both and. Answer rather or. Would you rather go shopping or spend at the beach? Rather or ആണ് answer. 95. Choose the correct comparison. Option A John is wiser than all men. Option B John is more wiser than all men. Option C John is most wiser than all men. Option D John is wiser than all other men. Answer option D John is wiser than all other men. 96. Choose the correct phrasal verb. We pay rupees 10,000 deposit. അപ്പം കീയിൽ ഓപ്ഷൻ ബി പുട്ട് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അണ്ടർലൈൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഫൈനൽ കീ വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കണം. വി പേ റുപ്പീസ് 10,000 ഡെപ്പോസിറ്റ്. ഓപ്ഷൻസിൽ പുട്ട് ബൈ, പുട്ട് ഡൗൺ, പുട്ട് ബാക്ക്, പുട്ട് ഇൻ ടു ഉണ്ട്. ഓപ്ഷൻ ബി മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൊവിഷണൽ കീയിൽ. അപ്പോൾ ഫൈനൽ കീ വരുമ്പോൾ അതൊന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യണം. അതാണ് ഞാൻ മാർക്ക് ചെയ്യാത്ത. 97. എഡ്വേർഡ് 8 ഡാഷ് ദ ത്രോൺ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം. ഓപ്ഷൻ എ arrogated, ഓപ്ഷൻ ബി abrogate, ഓപ്ഷൻ സി aggravate, ഓപ്ഷൻ ഡി abdicate. ആൻസർ abdicate. എഡ്വേർഡ്സ് 8 abdicate the throne of the United Kingdom. Abdicate ആണ് കൊടുത്തിട്ട്. ഓപ്ഷൻ ഡി. 98. Which sentence is correct? Option A Alex hit the baseball up over the fence. Option B Alex hit the baseball up and over the fence. Option C Alex hit the baseball up the fence. Option D Alex hit the baseball over the fence. Option D ആണ് correct. Alex hit the baseball over the fence. 99. Choose the correct plural for the word choice and plural choices. CHOICES. Spelling ശ്രദ്ധിക്കുക. Option A. 100. Change the following assertive sentence into an interrogative sentence. That pie can feed 8 people. And the question ആകുമ്പോൾ can that pie feed 8 people? Option C. Can that pie feed 8 people? അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ്. ഫൈനൽ കീ വരുമ്പം ജസ്റ്റ് ഒന്നും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് നോക്കണം ഇനി. അപ്പോൾ ഇത്രയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് കന്നഡ ആയതുകൊണ്ട് തന്നെ നോക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.